എപ്പിസോഡ് 16 ഡേ 15 ബിഗ് ബോസ് മലയാളം സീസൺ 7. വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെവിനും നൂറായിട്ടുള്ള ഒരു കിച്ചണിലെ അടി കാരണമാണ്. അടി കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നെവിൻ ഒരു ഓറഞ്ച് എടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ നൂറ നെവിൻ അത് കട്ടെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് കച്ചറ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ അറിയാത്ത ആൾക്കാരാണ്, എന്താണെങ്കിലും പറഞ്ഞു തന്നതായിരിക്കും. പിന്നെ നൂറിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല, കാരണം നെവിനായിട്ട് അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് വെച്ചിട്ടുണ്ട്. അതായത് നെവിൻ കള്ളൻ, ഫുഡ് കള്ളൻ എന്നുള്ള ഒരു ടൈറ്റിൽ നെവിനായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നൂറിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അടുത്തതായിട്ട് കിച്ചൺ ടീമിലാണ് നൂറ, ആദില, അനുമോള്. അവരൊക്കെ നെവിനും കിച്ചൺ ടീമിലാണ്. നെവിൻ പിന്നെ ഏത് ടീമിൽ ഇട്ടാലും നെവിൻ അവിടെ കാണൂല. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വെസൽ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു, പക്ഷെ നെവിൻ അവിടെ ജോലി ചെയ്തിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ മോഹൻലാൽ വന്നിട്ട് എന്തായാലും നല്ല കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞ് കാണിച്ചത് ആര്യനും അനുമോളും ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്തു. അവരൊരു ക്യൂട്ട് കപ്പിൾ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നോക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഓരോ ആൾക്കാരും എന്ത് ചെയ്താലും അതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ കാർഡ്, കപ്പിൾ കാർഡ്, ടീം, അങ്ങനെ നമ്മളായിട്ട് തന്നെ പറഞ്ഞിറക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരൊരു ജസ്റ്റ് ഒരു ചീപ്പ് ഒരു ക്രിഞ്ച് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നോക്കി. അപ്പാനി നൈസായിട്ട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ വന്നിട്ട് ഷോ കാണിക്കും, നമ്മളാരും മൈൻഡ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞ് അപ്പാനി ബുദ്ധിപരമായിട്ട് കളിച്ചു. അതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്തില്ല, അവിടെ ചീറ്റിപ്പോയി. അത് കഴിഞ്ഞ് സരികയുടെ ഹോട്ട് സീറ്റ് എന്നുള്ള പരിപാടി, കലാഭവൻ സരികേനെ ഹോട്ട് സീറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പരിപാടി. പക്ഷെ സരിക എന്ന് പറയുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെയാണ് ഫേമസ് ആയി വന്നത്. പക്ഷെ ബിഗ് ബോസ് എന്നൊരു ഷോയിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷോ ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കൊടുക്കുക എന്ന് പറയുന്നത് അതിന്റെ ആവശ്യകത ഉണ്ടോ? കുറെ ഇറിലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ പരിപാടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു അരമണിക്കൂറും ഇറിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി എല്ലാവർക്കും ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കണം എന്ന് അവർ വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ വെറൈറ്റി ആയിട്ട്, അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോ ആൾക്കാർ എവിടെയാണോ അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൊരു പരാതി കൊണ്ട് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കണം എന്നുള്ള ഒരു മോട്ടീവിൽ ചെയ്തതായിരിക്കും. പക്ഷെ അതൊക്കെ ഇറിലവന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് ഫുള്ള് കാണിക്കുന്നത്. ലൈവ് കണ്ടിട്ടായിരിക്കണം എന്നില്ല എല്ലാവരും വരുന്നത്. ലൈവിൽ കുറെ കണ്ടന്റുകളുണ്ട്, പക്ഷെ എപ്പിസോഡ് 1 മണിക്കൂർ കാണാനിരിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലാതാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അടുക്കളയിലടി. അടുക്കളയിൽ കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാൽ വന്നിട്ട് പറഞ്ഞു എല്ലാവരും നല്ല സ്നേഹത്തിൽ നിൽക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അടുക്കളയിലടിയാണ്. അത് അനുമോള് വെറുതെ പോയി റെന വെറുതെ പോയി അനുമോളെ ചൊറിഞ്ഞതാണ്. മേ ബി കഴിഞ്ഞ പ്രാവശ്യം ഗിസേല് അനുമോളും ഐശ്വര്യ ആയപ്പോ ഗിസേലിന് കുറച്ച് സപ്പോർട്ട് കിട്ടി, എല്ലാരും ഭയങ്കര ഇതാന്ന് തോന്നിയിട്ട് അതിന് വേണ്ടി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റെന ചെയ്തത് വെറുതെ ചൊറിയാനായിട്ട്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയി അനുമോളെ ചൊറിഞ്ഞു, ചപ്പാത്തി കളിന്ന് വിളിച്ചു. അവര് ട്രിഗർ ചെയ്തത് തന്നെയാണ്, ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതില് ചിലപ്പം റെനയ്ക്കൊരു നെഗറ്റീവ് ഈ ഒരു സാധനം കൊണ്ട് തന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് വലിയ ആവശ്യമില്ല. പക്ഷെ അടിയുടെ ഇടക്ക് അനുമോൾ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു കുലസ്ത്രീ മോഡില് അച്ഛനും അമ്മയും ഇതൊക്കെയാണോ പഠിപ്പിച്ചത്, ശാപം വാങ്ങി വെക്കല്ലേ, മൂത്ത ആൾക്കാരെ വെറുപ്പിക്കല്ലേ എന്നുള്ള ഒരു കുലസ്ത്രീ ടോക്ക് എടുത്തിട്ടു. അതേപോലെ തന്നെയാണ് ഷാനവാസും ഒരു കുലപുരുഷൻ പോലെയാണ് അവിടെ നടക്കുന്നത്. ഇവരെ രണ്ടുപേരും സീരിയൽ ആ ഒരു ഇതായത് കൊണ്ടായിരിക്കാം, മലയാളി പ്രേക്ഷകരെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് കഴിഞ്ഞ് രാത്രി ടൈം ആയപ്പോ ഷാനവാസ് ഗിസൈലിന്റെ അടുത്ത് പറഞ്ഞു, അക്ബറിന്റെ നോട്ടം ശരിയല്ല, അക്ബർ നിന്നെ വേറെ രീതിയിൽ നോക്കി, ഒരു സദാചാരം എടുത്തിടുകയാണ് അവിടെ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് നോമിനേഷൻ വന്നു. നോമിനേഷൻ വന്നപ്പോ രേണു നോമിനേഷനിൽ എസ്കേപ്പ് ആയി. രേണു എടുത്തു വെച്ച വീഡിയോ എന്ത് ചെയ്യും? രേണു എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ, 3-ാം ആഴ്ചയിലെ നോമിനേഷനിൽ ഞാനുണ്ട്, നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് എടുത്തു വെച്ച വീഡിയോ വെറുതെ. രേണു നൈസായിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി നോമിനേഷനിൽ വന്നിട്ടില്ല. ബാക്കി ഏകദേശം എല്ലാവരും നോമിനേഷനിലുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പാനി അനുമോളുമായിട്ടുള്ള പ്രശ്നം. അനുമോള് എല്ലാ അടിയും ഉണ്ടാക്കി ലാസ്റ്റ് കരിയെങ്കിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നെവിനും ഗിസേലിനും ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അപ്പാനി കയറി ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു. അപ്പോ അനുമോള് വന്നിട്ട് ഞാനാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ, വേറെ ആരെങ്കിലും സമ്മതിക്കുമായിരുന്നോ, ഗിസേൽ ആയതുകൊണ്ടല്ലേ സമ്മതിച്ചത്. ഇത് കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഒന്ന് അങ്ങനെ ശരിയാണ്, പിന്നെ ഗിസേൽ ആയതുകൊണ്ട് അനുമോള് അടി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അത് അതിന്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ആദില പോയിട്ട് ചോദിച്ചു, അനുമോളോട് ചോദിച്ചു, ഗിസേൽ ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു കച്ചറ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. പക്ഷെ അനുമോള് ചോദിക്കുന്നത് ശരിയാണ്, കിച്ചൺ ടീമിലെല്ലാം കിച്ചൺ അവരാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഇവർക്ക് മാത്രമായിട്ട് എന്ത് പ്രയോറിറ്റി, വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ലല്ലോ എന്നുള്ളത്. അതിൽ അപ്പാനി ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. അതായത് അപ്പാനി ബാത്റൂമിലായിരുന്നു, അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാണ്, അതിന്റെ ഒരു ദേഷ്യത്തിലാണോ എന്നറിയില്ല, ഫുൾ അടിയായി അതിന്റെ ഇടയിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സീൻ എന്നല്ല, അപ്പാനിനെ പോയിട്ട് അനീഷ് സമാധാനിപ്പിക്കുകയാണ്. അനീഷ് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അനീഷിന് എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അനീഷിന് മോഹൻലാൽ ആ വീഡിയോ കാണിച്ചു കൊടുത്തതിന് ശേഷം അനീഷിന് നല്ലൊരു ചേഞ്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെ അത് അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അനീഷ് അപ്പാനിനോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോള് പോയി ശരത്ത് കല്യാണം കഴിച്ചില്ല,
കാല് പിടിച്ചു, കെട്ടിപ്പിടിച്ചു, ഒരു ഓക്കെ സോൾവ് ആയി എന്നുള്ള രീതിയിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസും ശരത്തും പോയൊരു ബിൻസിയുടെ കാര്യം ഒക്കെ പറഞ്ഞിട്ടാണ് അവർ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ട് അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പോയൊരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ആൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഗിസലിന്റെ അടുത്ത് ഇരുന്നിട്ട് രാത്രി ഈ സദാചാരം ഇറക്കിയത്. അക്ബറിന്റെ നോട്ടം ശരിയില്ല, അങ്ങനെ അങ്ങനെ ഇങ്ങനെ, പിന്നെ കെട്ടിപ്പിടിക്കുന്നതിന് കുഴപ്പം, അങ്ങനെ പറഞ്ഞ ഒരു സദാചാരം ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട്. മേ ബി അടുത്ത പ്രാവശ്യം വന്നിട്ട് സദാചാരക്കാട് ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ മോഹൻലാൽ സംസാരിക്കുന്നു നമുക്ക് വിചാരിക്കാം. അതോടെ കൂടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവിടെ എൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി നാളെ. ബൈ.